ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എൻ്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ? ഇന്ന് മുട്ട വെച്ചിട്ടുള്ള ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പോണ കുഞ്ഞിന്. അമ്മ, ഞാൻ വരുന്ന ഒരു കാര്യം കണ്ടു. ട്രെയിൻ എവിടെ വെച്ച്? ഞങ്ങള് അവിടെ വരെ പോയപ്പോ ഞങ്ങള് അങ്ങോട്ട് പോയപ്പോ ട്രെയിൻ പാലെത്തി. അപ്പൊ ഗേറ്റ് അടച്ചപ്പോ വലിയ ട്രെയിൻ വന്നു. ഹായ്, എന്ത് ഫാസ്റ്റ് അറിയോ? ഫാസ്റ്റ് പോകുന്നത് അത് ഇലക്ട്രിക്കൽ ട്രെയിൻ ആണ് കേട്ടോ. ഇപ്പൊ എല്ലാ ട്രെയിനും ഇലക്ട്രിക്കൽ ട്രെയിനാ. പണ്ടൊക്കെ കൽക്കരി ട്രെയിൻ ആയിരുന്നു, കൽക്കരി വെച്ചിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതാണ് കൂക്കു കൂക്കു തീവണ്ടി. കൂക്കു കൂക്കു തീവണ്ടി വെച്ച് പാട്ട് കേട്ടിട്ടില്ലേ? അമ്മ, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ. നിക്ക് ഇതൊന്ന് ഒഴിച്ചോട്ടെ ഈ പാല്. കൊച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തൊട്ടില്ലേ ട്രെയിൻ ഉണ്ടായിരുന്നോ? കുഞ്ഞ് ജനിച്ചപ്പോ തൊട്ടോ? കുഞ്ഞ് ജനിച്ചിട്ട് എന്നാ നാളായി? ഇച്ചിരി നാളല്ലേ ഉള്ളൂ. ട്രെയിനൊക്കെ ഒരുപാട് കാലം തൊട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ട്രെയിൻ വന്നിട്ട് 160 വർഷമായി. അത് മൈദാപ്പൊടി അരിച്ച് കലക്കി അങ്ങോട്ട് കൂട്ടും. അരിക്കുമ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുമല്ലോ, അതിന്റെ കട്ട പിടിച്ച് കിടക്കൂലേ. ഇച്ചിരി വാനില്ലാടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കണം. നമ്മുടെ ഇന്ത്യയിൽ ആദ്യം എവിടെയാ ട്രെയിൻ ഓടിയെന്ന് അറിയാവോ കുഞ്ഞിന്? ബോംബെ തൊട്ട് താനെ വരെ 34 കിലോമീറ്റർ അന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടല്ലോ, അന്ന് മൊത്തം 13 ട്രെയിനുകൾ അതുപോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 13 ട്രെയിനുകൾക്കും നിർത്താനായിട്ട് സ്റ്റോപ്പ് വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടി ഒരു പേരിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ടാക്കിയെടുത്തു. അതാണ് ഡൽഹി ജംഗ്ഷൻ. 1864 ഉണ്ടാക്കിയെടുത്തു. ആ ജംഗ്ഷൻ എപ്പോഴും ആ പേര് തന്നെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടിയാണോ? അല്ല, ഇത് പഞ്ചസാര കുറേശ്ശെ ഇട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കും. പഞ്ചസാര കല്ല് പോലെയല്ലേ? പൊടിച്ചതല്ലേ? ആണോ? ഇനി ഇതിലേക്ക് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഒഴിക്കും. അത് നമ്മൾ ആദ്യം മുട്ട കുഴച്ച് വെച്ചില്ലേ, മുട്ട ഉണ്ടാക്കി വെച്ചില്ലേ, അത്. ഇനി ഇത് ഈ കൂടെ അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കും. ഇതിങ്ങനെയല്ല ഒഴിച്ചുണ്ടാക്കുന്നേ. നമ്മൾ ആ കേക്ക് ഉണ്ടാക്കുന്ന, ആ കേക്കിന് പൂ ഉണ്ടാക്കുന്ന കവറില്ലേ, അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പൊക്കൊക്കെ കെട്ടി വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഞെക്കി 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 ഉണ്ടാക്കിയെടുക്കും. അത് കുറച്ച് ബട്ടർ, അല്ലെങ്കിൽ അടിയിലൊട്ടി പിടിക്കില്ലേ. വേണ്ട അമ്മ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ കൊച്ചിൻ്റെ ആ വക്കത്ത് കൊണ്ട് കൈ കൊള്ളും. നല്ല ചൂടായിരിക്കും പാത്രം. വെള്ളം ഒഴിക്കുന്ന അല്ലെങ്കിലേ ഇത് ചിലപ്പോൾ അടി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ആവി തങ്ങിട്ട് കരിഞ്ഞു പോകുമല്ലോ. ആയില്ല, ഇതിന് തിരിച്ചു വിടണം. മറിച്ചിട്ട് അതും കൂടെ വേവിക്കണ്ടേ? അല്ലാതെ ഈ പച്ചയാണോ തിന്നാൻ പോണേ? അല്ല. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നതാ? എന്റെ മുട്ടു പൊട്ടി. എങ്ങനെ? സ്കൂളിൽ വീണു. അയ്യേ, ഒരു കാര്യമുണ്ട്, ഞാൻ സ്കൂളിൽ വീണ്ടും കരഞ്ഞില്ല.
എന്നാലും വീണില്ലേ? അത് പറഞ്ഞിട്ടില്ല. ഇത്രയും പ്രായമായിട്ട് ഈ കൊച്ചിന് നാണമില്ലല്ലോ. എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് ഞാൻ കഴുകിയിട്ട് ടീച്ചറിന് എടുത്തപ്പോ ടീച്ചർ രട്ടോളം മഞ്ഞ് വെച്ചാണ്. ആണോ? നാളെ ആകുമ്പം കഴിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പാറുവിന് ഉണ്ടാക്കി കൊടുത്ത ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മുട്ടയും മൈദയും വെച്ച് ഉണ്ടാക്കി കൊടുത്ത ഈ റെസിപ്പി കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത ബുധനാഴ്ച വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.